ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. സിംബാബ്വേക്കെതിരെ അവരുടെ നാട്ടിൽ 4-1 തകർപ്പൻ വിജയം നേടിയ ടീം ഇന്ത്യ ഇനി പോകുന്നത് ശ്രീലങ്കയിലേക്കാണ്. 3 വിധം T20 മത്സരങ്ങളും ഏകദിനങ്ങളും അടങ്ങിയ പരമ്പരയ്ക്ക് ജൂലൈ 27 മുതലാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പരയ്ക്കുള്ള ഒരു സാധ്യത ടീം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ സ്ക്വാഡ് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചേക്കും. ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ ഗൗതം ഗംഭീറിൻ്റെ ആദ്യ ദൗത്യവും ശ്രീലങ്കൻ പര്യടനം തന്നെയാണ്. ജൂലൈ 27 മുതലാണ് 3 വീതം T20 മത്സരങ്ങളും ഏകദിനങ്ങളും അടങ്ങിയ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പര്യടനം തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക T20 അതോടൊപ്പം തന്നെ ഏകദിന മത്സരങ്ങൾക്കുള്ള ഒരു സാധ്യത ടീം 15 അംഗ ഒരു സാധ്യത ടീം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഇനിയുള്ളത് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ആരായിരിക്കും ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റനായി വരാൻ പോകുന്നത്. നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്താൽ T20യിലും ഏകദിനം, അതായത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള T20യിലും ഏകദിനത്തിലും ഇന്ത്യക്ക് 2 വ്യത്യസ്ത ക്യാപ്റ്റന്മാരായിരിക്കും വരാൻ പോകുന്നത്. T20യിൽ പതിവ് പോലെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി തുടരുമ്പോൾ ഏകദിനത്തിൽ KL രാഹുലായിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ഒരു സാധ്യത ടീമൊന്ന് പരിശോധിക്കാം. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, മലയാളി താരം സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ടീമിനെ നയിക്കാൻ പോകുന്നത്. ഋഷഭ് പന്ത്, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ്, BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട കഴിഞ്ഞ IPL ചാമ്പ്യൻസായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രേയസ് അയ്യർ തിരികെ ഇന്ത്യൻ ടീമിലേക്ക് വന്നേക്കാം. ശ്രേയസ് അയ്യർ, മുഹമ്മദ് സിറാജ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ എന്നിവരായിരിക്കും T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ വരാൻ പോകുന്നത്. ഇനി ഏകദിന സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ KL രാഹുലായിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. പതിവ് പോലെ ഗില്ലും ജയ്സ്വാളുമായിരിക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓപ്പണർമാരായി ടീമിൽ ഇടം നേടാൻ പോകുന്നത്. ഗില്ല്, ജയ്സ്വാൾ, KL രാഹുൽ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും വൈസ് ക്യാപ്റ്റൻ. ഋഷഭ് പന്ത് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ടീമിൽ ഇടം നേടും. അക്സർ പട്ടേൽ, ശ്രേയസ് അയ്യർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, അർഷ്ദീപ് സിംഗ്, ആവേശ് ഖാൻ, മുഹമ്മദ് സിറാജ്, ഖലീൽ അഹമ്മദ് എന്നിവരായിരിക്കും ഏകദിന സ്ക്വാഡിൽ കളിക്കാൻ പോകുന്നത്. T20 പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ ഹാർദിക് പാണ്ഡ്യയും ഏകദിനത്തിലുള്ള സ്ക്വാഡിനെ KL രാഹുലുമായിരിക്കും നയിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏകദിന ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസണും സ്ക്വാഡിൽ ഇടം കിട്ടിയേക്കാം. എന്നാൽ ഏകദിന മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താതിരിക്കാനാണ് നിലവിലത്തെ സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.